ഗൈസ് നമ്മളങ്ങനെ കക്കയം ഡാമിലെത്തി. പോകേണ്ട ദൂരൊരാളും ഒട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ. നമ്മളെ ഇവിടെ ചുരം കയറുന്ന സമയത്ത് 60 രൂപ ഒരാൾക്ക് കേട്ടോ. ഞങ്ങളങ്ങനെ 100 രൂപ 120 രൂപ താഴെ കൊടുത്ത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ എൻട്രൻസിൽ 50 രൂപ ആണ് 2 പേരുടെ ടിക്കറ്റ്, വണ്ടീൻ്റെ ബൈക്കിൻ്റെ ചാർജ് കൂടിയിട്ട് ആയിട്ടുള്ളത്. ഒരാൾക്ക് 20 രൂപ വരുന്നത്, വണ്ടി ചാർജ് 10 രൂപ. അങ്ങനെ ഇതാ ഡാമിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. അവിടെയാണ് ഡാം വരുന്നത്. കാര്യങ്ങളെല്ലാം മഞ്ഞ് മൂടിയിട്ട് കാണുന്നില്ല. ഉരുക്കുഴി വാട്ടർഫാളിലേക്ക് നമ്മൾ ആ വഴി പോയാൽ എത്താൻ കഴിയും. ഇതാ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോടമഞ്ഞ് മൂടിയിട്ടൊക്കെ കാഴ്ച കണ്ടോ. ഏകദേശം ടീ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലോസ് ആയി. 5 മണി കഴിഞ്ഞാൽ ക്ലോസ് ആവുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ നിന്ന് ഒരു 1.25 കിലോമീറ്റർ ഉണ്ട് ഉരുക്കുഴി വാട്ടർഫാളിലേക്ക്. അവിടുത്തെ ഗൈഡൻസ് കാര്യങ്ങളൊന്നും ജസ്റ്റ് അവിടെ നിന്ന് പറഞ്ഞു തന്നെ നേരെ നല്ല കോടമഞ്ഞ് മൂടിയിട്ടുള്ള വഴികളിലൂടെ നടക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ അവിടെ നേരെ വന്ന് ഉരുക്കുഴീൻ്റെ ബോർഡ് കാണുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞാൽ ഈ ചെറിയ റോട്ടാട്ടോ പോകേണ്ടത്. അട്ടയുണ്ട് നല്ലോണം. ഒരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. 5 മണി വരെയാണ് ക്ലോസിംഗ് ടൈം. അത് കഴിഞ്ഞാൽ എൻട്രി ഇല്ല. ഏകദേശം അടുത്തെത്തി. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, കാടിൻ്റെ സൗണ്ട്, മഴയുടെ സൗണ്ട്. ഇതാണ് കേരളത്തിലെ ഒരേ ഒരു തെരച്ചിലില്ലാത്തൊരു വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്ന ഉരുക്കുഴി വാട്ടർഫാള്. ഇവിടെ 2 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ പോയാൽ മറ്റാൾ തിരിച്ചു പോവാം. അതിനപ്പുറം വേറെ ഒന്നുമില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ കേൾക്കേണ്ട കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. ഇതാണ് ഉരുക്കുഴി വെള്ളച്ചാട്ടം. ഏകദേശം 600 അടി താഴ്ച കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഇതിന്റെ പ്രത്യേകത അടിയന്തരാവസ്ഥക്കാലത്ത് സഖാവ് രാജന്റെ ബോഡി കൊണ്ടെടുത്ത് പറയപ്പെടുന്ന സ്ഥലമാണ്. രാജൻ പുറക്കത്തിലെ കക്കയം ക്യാമ്പിൽ ചൊല്ലി വന്ന് സഖാവ് രാജന്റെ ബോഡി കൊണ്ടുള്ളത് കണ്ടാൽ പറയില്ലേ, അവിടെ താഴെ ഇട്ടെന്നാണ്, കത്തിച്ച് താഴെ ഇട്ടെന്നാണ് പറയപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് വെള്ളം വീണ് തന്നെ ഉറഞ്ഞുപുര പൊട്ടുകളായിട്ട് ഉരുക്കുഴി വെള്ളച്ചാട്ടം അറിയപ്പെടാൻ കണ്ടോ. 2018 പ്രളയത്തിൽ പോയ പാലം ഈ ഹൈറ്റിൽ വെള്ളം വന്നു. 2018-19 പ്രളയം. പിന്നെ 3.5 കിലോമീറ്റർ പോയ കരിയത്തമ്പാല തോണിക്കടവ്. ഇതൊക്കെ ജപ്പാൻ കൂടിയുള്ള ഉത്ഭവമാണ്. പടിഞ്ഞാറത്ത് ബാണാസുര സാറിന് വന്ന് ഡാമിലേക്ക് വരും. ഒരു 2 ബെഞ്ചൊക്കെ പോകുന്നു കുറ്റ്യാടി പവർ സ്റ്റേഷന് താഴെ. മലബാർ വണ്ടി ആന, കാട്ടുപോത്ത്, കടുവ എല്ലാം ഉള്ള സ്ഥലമാണ്. ഞങ്ങളിവിടെ വന്ന സമയത്ത് സാർമാരാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സാർ വരുന്നത് ചന്ദ്രൻ സാറാണ് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. താങ്ക് യു സാർ. കാറ്റുപോലെന്നെ മൂടണ വഴിയോര നേരങ്ങളേറണ ദൂരങ്ങൾ നിന്നയും അവിടെയാണിതാ കക്കയം ഡാം കേട്ടോ. വെള്ളമൊന്നും മഞ്ഞ് മൂടിയിട്ട് കാണാൻ കഴിയുന്നില്ല. ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ ഈ ഒരു കോടമഞ്ഞ് മൂടിയിട്ടുള്ള ഈ ഒരു കാലാവസ്ഥ വന്നിട്ടുന്ന അവിടെ നിന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് കിട്ടുന്നതെല്ലാം പൊന്നെല്ലാം എന്ന് പറഞ്ഞിട്ട് അടിപൊളി കാഴ്ചകളാട്ടോ കിട്ടുന്നതെല്ലാം. അവിടെ പോകുന്ന വഴിക്കൂടെ ഏതാ ചായ കടിയെല്ലാം കിട്ടും കേട്ടോ. നമ്മൾ ഭാഗ്യമില്ല കഴിഞ്ഞു പോയി. അങ്ങനെ അട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ. കാലുമൊക്കെ അടിച്ചില്ലേ ഒന്നുകൂടെ ഉണ്ട്. അപ്പാ
ഇന്ന് ഞായറാഴ്ചയാണ്, എന്ത് ചെയ്യും എങ്ങോട്ട് പോകണമെന്ന് പ്രതീക്ഷിക്കാണ്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ചെറിയൊരു യാത്ര കക്കയം ഡാമിലേക്ക് പോകാമെന്ന് ഒരുപാട് നാളുകളിൽ ആഗ്രഹിക്കുന്ന സ്ഥലം അങ്ങനെ പോയിട്ടുള്ളത്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അഭിലാഷ്. ഞങ്ങളങ്ങനെ എപ്പോഴും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന യാത്രകളായിരിക്കും ഒരുപാട് മനോഹരമായിരിക്കുന്നത്. അത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിന്ന് ഒരുപാട് അനുഭവം കിട്ടി. ഈ കോടമഞ്ഞ് മൂടിയിട്ടുള്ള സ്ഥലവും കാടും ഇങ്ങനൊരു വാട്ടർഫാളും അനുഭവം ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇനി നിങ്ങളെ സപ്പോർട്ട് വേണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി. താങ്ക് യു. നിലാവഞ്ചി തുഴഞ്ഞെത്ത്